ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂട്ട് ബൈ റീനു. അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണിത്. നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് നന്നായി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി ഒക്കെ പാകത്തിന് എടുക്കുക. ഞാനിത് ഒരു പിടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. അതൊക്കെ അണ്ടിപ്പരിപ്പ് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിടുക. അതുപോലെ ഇതിലേക്ക് ബെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പീസ് വെള്ളത്തിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ പകരം പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ പനഞ്ചക്കര ഒക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ ഷുഗറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു ഫ്രൈ പാൻ വെക്കുക. ഫ്രൈ പാൻ ചൂടായതിൻ്റെ ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ അതുപോലെ കുറച്ച് ഗീ കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഹോം മെയ്ഡ് ഗീ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരി പിന്നെ വേറെ വല്ല നട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ടൈമിൽ നട്ട്സൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ മുന്തിരി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി നേന്ത്രപ്പഴം അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക. നേന്ത്രപ്പഴം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നേന്ത്രപ്പഴം ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് വെല്ലം ഇട്ട് കൊടുക്കുക. അപ്പോൾ വെല്ലം നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ വേഗമായി കിട്ടും. അങ്ങനെ വെല്ലം നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്ക് പഴത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വെല്ലം നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടി ഇടാം. ഇവിടെ ഏലക്കായുടെ പൊടി ഇല്ലാത്ത കാരണം ഞാൻ ഏലക്കായ നന്നായിട്ട് പിച്ച് ചീന്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് അവിലിട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അവിലുള്ള കാരണം ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.